കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 26-ാമത് വാക്യം. യഹോവ തന്റെ ജനത്തിന്റെ മുറിവ് കെട്ടുകയും അവരുടെ അടിപ്പിണർ പുറപ്പിക്കുകയും ചെയ്യുന്ന നാളിൽ ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെയാകും. സൂര്യന്റെ പ്രകാശം 7 പകലിന്റെ പ്രകാശം പോലെ 7 ഇരട്ടിയായിരിക്കും. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. അനുഗ്രഹീതമായ ഒരു ചിന്ത നിങ്ങളെ ശ്രദ്ധയിൽ ഇന്ന് പ്രഭാതത്തിൽ കൊണ്ടുവരികയാണ്. നമ്മളെല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ മുറിവേൽക്കപ്പെട്ടവരാണ്, അല്ലെ? ഏത് മുറിവ്? ഹൃദയത്തിനേറ്റ മുറിവ്. ശരീരത്തിന് പുറത്തേൽക്കുന്ന എല്ലാ മുറിവുകൾക്കും ഒരു സ്തോത്രം, അതിനൊരു ക്രമീകരണമുണ്ട്, അല്ലെങ്കിൽ ഒരു ശാന്തതയുണ്ട്. ആ മുറിവ് കഴിയും, അത് ഉണങ്ങിപ്പോകും. അത് ഒരുപക്ഷെ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ചില മുറിവുകൾ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യാറുണ്ട്, അല്ലേ? അല്ല, ഒരു പക്ഷേ ബാൻഡേഡ് ഇട്ട് നമ്മളത് പുറപ്പിക്കാറുണ്ട്. ഇനി ബാൻഡേഡ് ഉപയോഗിക്കാതെയും ചില മുറിവുകൾ അത് നമ്മുടെ ശരീരം നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് കരിഞ്ഞു പോകുവാൻ തക്കവണ്ണം ചില ആഴമായ മുറിവുകളാണ് പലപ്പോഴും നമ്മൾ ട്രീറ്റ്മെന്റുകൾക്ക് വിധേയമാകുന്നത്. എന്നാൽ അതുമാണെങ്കിലും ആ മുറിവുകൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? ഉണങ്ങിപ്പോകാറുണ്ട്. എന്നെ കേൾക്കുന്ന ഈ മക്കളെ, പലപ്പോഴും ഹൃദയത്തിനേറ്റ മുറിവുകൾ അത് കാലങ്ങൾ എത്ര കഴിഞ്ഞാലും അത് ഒരുപക്ഷെ നമ്മളിൽ നിന്ന് മാറിപ്പോകത്തില്ല. അത് സത്യമല്ലേ? സ്തോത്രം. വർഷങ്ങൾക്ക് പിറകിൽ 5, 10, 15, 20 വർഷങ്ങൾക്ക് പിറകിൽ ആരെങ്കിലും ഒരാൾ നമ്മളെ മുറിപ്പെടുത്തുന്ന രീതിയിൽ പറഞ്ഞ വാക്കുകൾ ഇന്നും നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു സീലടിച്ചതുപോലെ കിടക്കുന്നില്ലേ? കാരണം എന്താ? അത് ഏൽപ്പിച്ച ആഘാതം വലുതായിരുന്നു. സ്തോത്രം. ഒരുപക്ഷെ നമ്മൾ സ്നേഹിച്ചവരായിരിക്കാം, നമ്മളെ സ്നേഹിച്ചവരായിരിക്കാം, തോളോട് തോൾ ചേർന്ന് നടന്നവരായിരിക്കും, ജീവനെ പോലെ നമ്മൾ കരുതിയവരോ നമ്മെ കരുതിയവരോ ആയിരിക്കാം. അവരൊരു പക്ഷെ നമ്മളെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ ഹൃദയം വിങ്ങിപ്പോകാറുണ്ട്, വിങ്ങിപ്പൊട്ടാറുണ്ട്. നമ്മൾ ഇന്നും അത് ഓർത്ത് വിചാരപ്പെടുന്ന അനേകരെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഇവിടെ ആ ദൂതാണ് ഈ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവൻ തൻ്റെ ജനത്തിന്റെ മുറിവിനെ കെട്ടുവാൻ തക്കവണ്ണം ഇടയാകും. ഈ സന്ദേശം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്നലകളിൽ നിന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ നീ സ്നേഹിച്ചവരിൽ നിന്നോ നിനക്ക് പ്രിയപ്പെട്ടവരിൽ നിന്നോ അല്ല നിന്റെ ജീവിതത്തിന്റെ മേഖലകൾക്കകത്ത് ഹൃദയത്തിന്റെ ആഴങ്ങൾക്കകത്ത് ഏൽക്കപ്പെട്ട മുറിവുകൾ, സ്തോത്ര, ഒന്നല്ല പലതായിരിക്കാം. ഒരുപക്ഷെ ഒന്നിന്റെ പുറത്തുകൂടെ വേറൊന്നില്ലെങ്കിൽ അതിനെ തന്നെ കുത്തി കുത്തി വേദനിപ്പിക്കുന്ന തരത്തിൽ അല്ല ഭാരപ്പെടുത്തുന്ന മുറിവുകൾ ഒരുപക്ഷെ നിന്റെ ഹൃദയത്തിലുണ്ടാകാം. ഈ സന്ദേശം കേൾക്കുന്ന സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവര്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് അതുണ്ടെങ്കിൽ ജീവിതത്തിന്റെ മണ്ഡലങ്ങളിൽ നിന്നിങ്ങനെ അനുഗ്രഹിപ്പാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് പ്രഭാതത്തിൽ വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. അവൻ തന്റെ ജനത്തിന്റെ മുറിവിനെ കെട്ടുവാൻ തക്കവണ്ണം ഇടയാകും. നിന്റെ മുറിവിനെ കെട്ടി നിനക്ക് ആശ്വാസം നൽകുന്ന ഒരു ദൈവമുണ്ട്. മാത്രമല്ല ഇവിടെ പറയുന്നത്, സ്തോത്രം, ഇങ്ങനെയാണ്, അല്ല, അവരുടെ അടിപ്പിണറിനെ പുറപ്പിക്കുന്ന ഒരു ദൈവം. നമുക്കറിയാം, നമ്മളൊക്കെ സാധാരണഗതിയിൽ പറയാം, ഒരാൾ കത്തി കൊണ്ട് കുത്തിയാൽ അത് ഒരു പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോൾ അത് മാറിപ്പോകും. പക്ഷേ അത് നമ്മളെ ഏൽപ്പിച്ച ആഴമായ ചില വാക്കുകൾ, നമ്മളെ തകർക്കുവാൻ തക്കവണ്ണം ഇടവന്ന ചില പ്രയോഗങ്ങൾ ഒരു പക്ഷെ നമ്മൾ മറക്കത്തില്ല. അടിയേക്കാൻ ആഘാതമാണ് അതിനല്ലേ? അങ്ങനെ ഉണ്ടായപ്പെട്ട ചില മുറിവുകളുണ്ട്. ഇതിനെപ്പോലെ ഉണക്കുവാൻ കഴിയുന്ന ഒരു കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ്. പ്രിയ സഹോദരി, നിന്റെ ജീവിതത്തിലേറ്റ ഹൃദയത്തിലേറ്റ മുറിവുകളെ ഉറപ്പിക്കുന്ന, അതിനെ ഉണക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഇന്ന് പ്രഭാതത്തിൽ വെളിപ്പെടുകയാണ്. വർഷങ്ങൾ കൊണ്ട് ചുമക്കുന്ന ചില ഭാരങ്ങൾ നിങ്ങളെ വിട്ട് മാറുന്നൊരു വെളിപ്പാട് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്ക് കൈമാറുകയാണ്. പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം ഇടവരും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സന്ദേശത്തിനാണ് സ്തോത്രം. ആഴമായ ഹൃദയത്തിലേറ്റ മുറിവുകളുമായി കാലങ്ങൾ കൊണ്ട് ചുമക്കുന്ന ഭാരങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ ഈ പ്രാർത്ഥനയുടെ ശബ്ദം അവരുടെ ചെവികളിൽ മുഴങ്ങുമ്പോൾ അവരുടെ ഹൃദയത്തിനേറ്റ മുറിവുകൾ, അവരുടെ ഭാരപ്പെടുന്ന കാരണമായ വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ കരം ഇന്ന് പ്രഭാതത്തിൽ വെളിപ്പെടേണ്ടതിനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം അവിടെ അത്ഭുതങ്ങളെ ചെയ്താട്ട് കർത്താവേ, ദൈവത്തിന്റെ മഹത്വം കണ്ട് സന്തോഷിപ്പാൻ ദൈവം ഇടവരുത്തും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.